ഹായ് ഓൾ, ജെയ്മെയിൻ 2026 ഇതാ എത്തി. നമ്മൾ പലതവണകളായിട്ട് ഇപ്പം എത്തും, ഇനി 2 മാസം, ഇനി 1 മാസം, ഇനി 2 ആഴ്ച എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ മുമ്പിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ടൈം, ഇനി ദിവസം എന്ന് പറയാനില്ല അല്ലേ, ഇനിയുള്ള ടൈം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സാം സെൻറ്റർ ഏതാണ്, ഡേറ്റ് ഏതാണ്, ഷിഫ്റ്റ് ഏതാണ് എന്ന് ഒന്നും കൂടി നോക്കി ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ എക്സാം സെൻറ്റർ അവിടെയൊക്കെ നമ്മൾ എക്സാമിനേഷൻ തലേന്ന് തന്നെ ഒന്ന് യാത്ര ചെയ്യുന്നത് നല്ലതായിരിക്കും. അഥവാ നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പോകുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കൂടെ അന്ന് എക്സാമിനേഷൻ്റെ അന്ന് ആരാണോ വരുന്നത് അവരെ വിട്ടാൽ മതി. അതായത് അച്ഛനാണോ വരുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ജ്യേഷ്ഠനാണോ അല്ലെങ്കിൽ ചേച്ചിയാണോ, അവരോട് ഒറ്റയ്ക്ക് പോയിട്ടൊക്കെ വരാനൊക്കെ പറയാം, നമ്മുടെ സമയം കളയണ്ട എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ആദ്യമേ സ്ഥലങ്ങളൊക്കെ കണ്ടുവെക്കുക. അപ്പോൾ എന്നിട്ട് വളരെ നേരത്തെ തന്നെ ഇറങ്ങുക. ട്രാഫിക് ബ്ലോക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം, കാരണം നമ്മൾ മാത്രമല്ല എക്സാം എഴുതാൻ വേണ്ടി വരുന്നത്, ഒരുപാട് കുട്ടികൾ എക്സാം എഴുതാൻ വേണ്ടി വരുന്നുണ്ട്. എക്സാം എഴുതാൻ വരുന്നതുകൊണ്ട് തന്നെ പലരും സ്വന്തം വണ്ടിയിലൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങുക. റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ എത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് കയ്യിൽ കരുതേണ്ട സംഗതികൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം, കയ്യിൽ കരുതിയിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൾ ടിക്കറ്റ് തന്നെയാണ്, അഥവാ അഡ്മിറ്റ് കാർഡ് നമ്മൾ എന്തായാലും കയ്യിൽ കരുതുക. പിന്നെ ഒറിജിനൽ ID പ്രൂഫ്, നമ്മൾ ഇതിൻ്റെ സമയത്ത് രജിസ്ട്രേഷൻ സമയത്ത് ഏതാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒറിജിനൽ ID പ്രൂഫ് നമ്മൾ കയ്യിൽ കരുതുക. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മൾ അവിടെ ഒട്ടിച്ച ഫോട്ടോ ഉണ്ടാവല്ലോ, അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ച ഫോട്ടോ ഉണ്ടല്ലോ, അതിലുപരി ഒരു ഫോട്ടോ കൂടി നമ്മൾ കയ്യിൽ കരുതുക. ഓക്കെ, അത് നമ്മുടെ പിന്നെ അപ്ലിക്കേഷൻ സമയത്ത് കൊടുത്ത അതേ ടൈപ്പ് ഫോട്ടോ തന്നെ ആയിരിക്കണം. അഥവാ അതിപ്പോൾ കയ്യിലില്ലാത്തവർ ഉടനെ തന്നെ അത് സ്റ്റുഡിയോയിൽ പോയിട്ടോ എങ്ങനെയോ നിങ്ങൾ പ്രിന്റ് എടുക്കുക, അതേ ടൈപ്പ് ഫോട്ടോ തന്നെ എടുക്കുക. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കയ്യിൽ കരുതുന്ന പെൻ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പെന്നായിരിക്കണം. അതായത് അതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്ന പെന്നായിരിക്കണം. അതോടൊപ്പം തന്നെ പിന്നെ വാട്ടർ ബോട്ടിൽ, നമ്മൾ എന്തായാലും വെള്ളം കുടിക്കാൻ വേണ്ടി വാട്ടർ ബോട്ടിൽ എടുക്കുമല്ലോ, അതും ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി ചില കുട്ടികളുണ്ടാവും, പിന്നെ അവർക്ക് ആധാർ കാർഡിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് മറ്റ് ID പ്രൂഫൊക്കെ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഹാൾ ടിക്കറ്റിൻ്റെ 4ാമത്തെ പേജിൽ അഫിഡവിറ്റ് അവൈലബിൾ ആണ്, അതും കൂടി നിങ്ങൾ എടുക്കണം. അല്ലാത്തവർ 1ാമത്തെ പേജ് മാത്രം പിന്നെ ഇമ്പോർട്ടൻ്റ് എടുത്തു. ഈ പറഞ്ഞ ആധാർ ഇഷ്യൂ ഉള്ള കുട്ടികൾക്ക് ഈ 4ാമത്തെ പേജ്, അത് അഫിഡവിറ്റ്, അതെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ അല്ലാതെ മറ്റേതെങ്കിലും സംഗതി വെച്ച് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ബയോമെട്രിക്കിൻ്റെ അവിടെ ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കുട്ടികൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, നേരത്തെ തന്നെ 1 മണിക്കൂറെങ്കിലും മുമ്പേ തന്നെ പോകണം, എന്നിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാത്തവർ അങ്ങനത്തെ ടെൻഷൻ അടിക്കേണ്ട, അതായത് അഫിഡവിറ്റിൻ്റെ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊണ്ടുപോകേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടാത്ത കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വാച്ച്, അതേപോലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത്. ഓക്കെ, അതോടൊപ്പം തന്നെ ശരീരത്തിൽ എവിടെയും എന്തുണ്ടാവരുത്, മെറ്റൽ ഉണ്ടാവരുത്. ഓക്കെ, മെറ്റൽ ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓർണമെന്റ്സ് ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡ്രസ്സിൽ മെറ്റൽ ഇല്ലാതിരിക്കണം. ഓക്കെ, അഥവാ പിന്നെ മെറ്റൽ ബട്ടൺ ഉള്ള സംഭവങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. പിന്നെ അതോടൊപ്പം തന്നെ പല കുട്ടികളും നമ്മുടെ വീഡിയോൻ്റെ താഴെയൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാറേ സിബ്, നമ്മുടെ പാനിൻ്റെ സിബ് മെറ്റൽ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ തൽക്കാലം അങ്ങനെ മെറ്റലുള്ള സിബുള്ള പാൻറ് ഇട്ടിട്ട് പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അവിടെ ചിലപ്പോൾ അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ എന്തായാലും ഈ സ്കാൻ ചെയ്ത സമയത്ത് നിങ്ങൾ ബീപ്പ് അടിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തും. അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അത് മാത്രം നമ്മളെ മൈൻഡ് എന്താകും, ആകെ ടെൻഷനായും നമ്മൾ ഒരു പിന്നെ ഒരു ഡിസ്കംഫർട്ട് അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംഘങ്ങൾ ഇട്ടിട്ട് പോകണ്ട. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും സാർ ഇന്ന് ഡ്രസ്സ് ഇട്ട് പോകാൻ വേണ്ടി പറ്റുമോ, മെറ്റലുള്ള ഇട്ടാൻ വേണ്ടി പോകാൻ പറ്റുമോ, ഷൂഡുണ്ടാവും, ഓക്കെ പോകാൻ വേണ്ടി പറ്റും എന്നുള്ള പല തരത്തിലുള്ള സംശയങ്ങളും നിങ്ങൾ ചോദിക്കാറുണ്ട്.
അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ നമുക്ക് സംശയം ഉള്ള സംഭവം നമ്മൾ ചെയ്യാതിരിക്കാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ എക്സാമിനേഷൻ ഹോളിലെ മെൻറ്റാലിറ്റിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും നല്ല സിമ്പിൾ ആയിട്ട് ഡ്രസ്സ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ഡ്രസ്സ് തന്നെ ഇട്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഇതിപ്പോൾ എന്താണ്, ഇതിപ്പോൾ പിന്നെ ബട്ടൺ ഉണ്ട്, പക്ഷേ മെറ്റലിൻ്റെ ബട്ടണൊന്നുമല്ല. ഇനി അതിനേക്കാൾ നല്ലത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ ബോയ്സ്, ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായി. പിന്നെ അതോടൊപ്പം തന്നെ ഗേൾസും അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷൂ നമ്മൾ എന്താക്കരുത്, ഇടരുത്, നമ്മൾ പറഞ്ഞു അല്ലേ. ആ ലളിതമായ ഡ്രസ്സ് ഇടുക, ആ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഒരുപാട് പോക്കറ്റുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ട് പോകരുത്, കാരണം എക്സാം ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയൊക്കെ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ ആയിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി ഉഷാറായിട്ട് എക്സാം ഒക്കെ തട്ടെ എന്നൊക്കെ വിചാരിച്ച് വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇടരുത്. അതായത് ഒരുപാട് പോക്കറ്റുള്ള ഡ്രസ്സുകളൊന്നും നമ്മൾ എന്താക്കരുത്, ഇടരുത്. പിന്നെ അതോടൊപ്പം തന്നെ റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പർ അത് അവിടുന്ന് തരും, നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പല്ലിലോ അതേപോലെ തന്നെ ശരീരത്തിൻ്റെ അകത്തുള്ള മെറ്റൽ ക്ലിപ്പുകൾ ഉണ്ടാവും, അതായത് പല്ലിന് ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഒടിഞ്ഞ ആൾക്കാരൊക്കെ സ്റ്റീലൊക്കെ വെച്ച് അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും നമ്മൾ കുഴപ്പമൊന്നുമില്ല. അതുപോലെ സ്പെക്സ് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഒന്നുമില്ല, അതിൻ്റെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ അല്ലേ. അപ്പോൾ അത്രയും കാര്യം നമ്മൾ എന്താക്കുക, ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിനേഷൻ ഹോളിൽ കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്റൂമിലൊക്കെ പോവുക. കാരണം എക്സാമിനേഷൻ ഹോളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് യൂറിൻ പാസ് ചെയ്യാൻ ടെൻഡൻസി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പാരൻ്റ് ആയ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോയി എന്ന് കരുതി അത് ഇടയ്ക്കിടയ്ക്കേ കുടിക്കാതിരിക്കുക. കാരണം ഇടയ്ക്കിടയ്ക്കേ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാകും. ബിക്കോസ് നമ്മൾ പിന്നെ AC റൂമിലാണല്ലോ നിൽക്കുന്നത്, അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ട്. അത് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യണം മക്കളെ, ശ്രദ്ധിക്കണം. ഇതിൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ ഹോളിൽ പോയി കഴിഞ്ഞാൽ തൽക്കാലം നമ്മൾ ആരുടെ കാര്യത്തിലും ഇടപെടാതിരിക്കുക, ആരുമായിട്ടും സംസാരിക്കാതിരിക്കുക. കാരണം ആരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ചോദ്യം മതി, നിങ്ങൾ ആ കോൺഫിഡൻസ് കളയും. നീ ഇന്ന ടോപ്പിക്കല്ലേ ഇന്ന പിന്നെ ഇക്വേഷൻ പഠിച്ചോ, അല്ലെങ്കിൽ ഓർഗാനിക്കലെ ഇന്ന റിയാക്ഷൻ പഠിച്ചോ, ആ റിയാക്ഷൻ ഹൈഡ്രജൻ പോയി ഓക്സിജൻ ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്തെങ്കിലുമൊക്കെ ചോദിച്ച് നിങ്ങൾ വെറുതെ ടെൻഷൻ ആക്കാനുള്ള കുറേ ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആരോടും നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് അപ്പുറത്തവൻ എന്ത് ചെയ്യുന്നു ഒന്നും നോക്കണ്ട. അവർ ചിലപ്പോൾ അടിച്ച് ഇങ്ങനെ എഴുതുന്ന പോലെ തോന്നുന്നുണ്ടാവും, പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ചറപറയെ ഇങ്ങനെ കുത്തിയിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ അല്ല, അതൊന്നും എന്തല്ല നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. നമ്മൾ സ്വന്തം കാര്യം മാത്രം എക്സാമിനേഷൻ ഹോളിൽ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കാര്യം വേറെ ഒന്നും, നമ്മൾ അവിടെ നിങ്ങൾ സ്വാർത്ഥനാവുക, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, അത് പിന്നെ നിങ്ങൾ എന്താക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഇന്നത് അറിയില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം നമുക്ക് അറിയുന്നതിനെ കുറിച്ച് നമ്മൾ എന്താക്കാൻ ആലോചിക്കുക. എനിക്ക് ഇന്നത് അറിയാം. അതായത് സിൻസിയറായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ എന്തായാലും അറിയുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ അറിയാത്തതിനേക്കാളും. ഓക്കെ, അപ്പോൾ അറിയാത്തതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ അറിയുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താക്കുക, സന്തോഷിക്കുക. ഓക്കെ അല്ലേ. സോ നമുക്ക് എന്തായാലും കിട്ടും. നമ്മൾ ഉഷാറായിട്ട് പഠിച്ച കുട്ടികളാണ്, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക. ആൻഡ് ടെൻഷൻ അടിക്കേണ്ട. ദിസ് ഈസ് നോട്ട് ദ ലാസ്റ്റ് ചാൻസ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ബെസ്റ്റ് ചാൻസ്. താങ്ക് യു.